എന്തെല്ലാം കൂട്ടുകാരെ സുഖങ്ങളൊക്കെ തന്നെ അല്ലേ. ഞാനിന്നിപ്പോൾ ഉള്ളത് നമ്മുടെ അബുദാബിയിലാണ്. അപ്പോൾ ഞാൻ ഇന്ത്യയും വിട്ട് ഇപ്പോൾ അബുദാബിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോണത് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാമല്ലേ. അപ്പോൾ ഞാൻ അബുദാബിയിൽ വന്നിട്ട് ഈ മരുഭൂമി കണ്ടില്ലേ, അപ്പം മരുഭൂമിയിൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ഡെസേർട്ട് സഫാരിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ കാണുന്ന ബസ്സിലാണ് ഞങ്ങൾ ഇന്ന് മരുഭൂമിയിലോട്ട് പോകാൻ പോണത്. അപ്പോൾ ഒരാൾക്ക് 50 ദിർഹം വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആ ഡെസേർട്ട് സഫാരിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ എൻ്റെ റൂമിലുള്ള 2 പേരുണ്ട്, ഈ നിൽക്കണവരും മുതുക്കനും. ആ 2 പേര് എൻ്റെ റൂമിലുള്ളതാണ്. ബാക്കി അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെയാണ്, അവരിവിടെ അടുത്തൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയുടെ ഉള്ളിൽ കയറി. വണ്ടിയുടെ ഉള്ളിലുള്ള സെറ്റപ്പ് ഇങ്ങനെയാണ്. ഇതൊക്കെ തട്ടിമുട്ടിയുള്ള സീറ്റുകളാണ് കണ്ട, ഫുള്ള് കംപ്ലൈൻ്റ് ആണ്. ട്രാവൽ എനിക്ക് അത്രയ്ക്കും സാറ്റിസ്ഫൈഡ് ആയില്ല. അവരെ എന്നുവെച്ചാൽ ഓൾറെഡി പുറത്ത് പണ്ടറ ചൂടാണ്, പിന്നെ ഇതിൻ്റെ അകത്ത് അതിനേക്കാളും മുടിഞ്ഞ ചൂടും. നമ്മുടെ നാട്ടിലെ മറ്റേ ട്രാവലിൻ്റെ നടക്ക് ഈ നടന്നു പോകാനുള്ള സെറ്റപ്പില്ലേ, അതുപോലെ തന്നെ ഇതിലും നടന്നു പോകാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇവര് അവിടെയും ആൾക്കാരെ കയറ്റിയിരുത്താൻ വേണ്ടി ഇവരൊരു സീറ്റ് പോലെ ഒരു സെറ്റപ്പ് റെഡിയാക്കി വെച്ചാണ്. ചില ആൾക്കാർ നടന്നു പോയോ ബാക്കിയുള്ള സീറ്റെല്ലാം ഒക്യുപ്പൈഡ് ആയി കഴിയുമ്പോൾ നടുക്കുള്ള ഒരു സീറ്റിൽ മാത്രം അവരൊരു സീറ്റ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അത് നേരെ ആക്കിയിട്ട് നമുക്ക് അവിടെ ഇരിക്കാം. അപ്പോൾ അവിടെയും ആൾക്കാരെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുമായിരിക്കും. ചില ബിസിനസ് കൂടുതൽ ആൾക്കാർ വന്നാൽ കൂടുതൽ ലാഭമുള്ളവർക്ക് ഒരു സെറ്റപ്പ്. ഞങ്ങളുടെ സിറ്റിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മരുഭൂമിയുടെ അടുത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടാ. ആ കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കാറിനാണ് ഞങ്ങളിപ്പോൾ പോകാൻ പോണത്. ആ കാണുന്ന കാറിൽ കയറിയിട്ടുണ്ട് ഞങ്ങളുടെ ക്യാമ്പിലോട്ട് പോകാൻ പോണത്. അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ അടിപൊളി ഇപ്പോൾ ഈ ഡെസേർട്ട് ഇത് ആ കാർ പോകണുണ്ട്. അതേ കൂട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കാറിൽ പോകാൻ പോണത്. അപ്പോൾ ആ വിശേഷങ്ങളതേ കാണാട്ടെ. ഇപ്പം അടിപൊളിയുണ്ട്. ഇറക്കത്തിലോട്ടൊരു പോക്ക അടിപൊളി. കറക്റ്റ് നമ്മുടെ നാട്ടിൽ മുറമ്പത്ത് മറ്റേ ബോട്ടിൽ കടലിലോട്ട് പോലെ ആ ഒരു ഫീൽ തന്നെ ഉണ്ട് ഈ കാറിലിരിക്കുമ്പോൾ. ഇങ്ങനെ ആ കുന്നുമലയൊക്കെ കയറി ഇറങ്ങുമ്പോൾ അടിപൊളി. അതെ ഞങ്ങൾ ഉള്ളിലെ അവസ്ഥ കാണിച്ചു തരാട്ടോ. അത് കയറി ഇറങ്ങുമ്പോൾ അപ്പം ഞങ്ങൾ ക്യാമ്പിലെത്തിയട്ടാ. അതെ ഞങ്ങൾ ക്യാമ്പിൽ ഞങ്ങളുടെ ബാക്കി കൂടെ ഉള്ളവർ അടുത്ത കാറിൽ വന്നിട്ടുണ്ട് പുറകെ. അതെ ഞങ്ങൾ അടുത്ത ടീമും എത്തി. അപ്പോൾ ഞങ്ങൾ ഒരു 8 പേര് 9 പേര് 10 പേരുണ്ടായിരുന്നു മൊത്തം. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് സൈറ്റ്. ഇവിടെ ഉള്ളതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സാധനത്തിനൊക്കെ കാണിച്ചു തരാം കേട്ടോ. കാണുന്നതാണ്ട ഫാൽക്കൺ. മറ്റേ വീഡിയോയിലൊക്കെ കണ്ടല്ലോ, മറ്റേ ചെറിയ കുരുവിനെയൊക്കെ അടിച്ച് വീഴ്ത്തുന്നത്. സാധനത്തിൻ്റെ അടുത്തൊരു വീഡിയോ കമ്പനിയായിരുന്നു. പണ്ടാണ് എങ്ങാനും പറന്നു വന്ന് നമ്മളെ കൊത്തിയാലാന്ന് വിചാരിച്ചിട്ട്. അടിപൊളി സാധനം. എല്ലാവരും അതിൻ്റെ ചുറ്റുമായിരുന്നു അവിടെ ചെന്നിട്ട്. അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 2 അതെ വണ്ടി ഓടിച്ചെടുക്കണം അവിടെ. വെച്ചാൽ ഞാൻ പറയാല്ലേ, മുന്നേ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നി ഇതേപോലത്തെ ഒരു വീഡിയോ. നമ്മുടെ കുഴിപ്പുള്ളി ബീച്ചിൽ എവിടെ വണ്ടി ഓടിക്കണേല്ല. ഈ പുള്ളി ഓടിക്കണുണ്ട്. ഇതേ കൂട്ടി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തരും ഓടിക്കാൻ പോകണ്ട്. ഇപ്പം അതേ കാണിച്ചു തരാട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പുള്ളിയാട്ടാ ആയിരിക്കണേ. ഷാറുഖ് എന്ന പുള്ളിയുടെ പേര്. അപ്പോൾ നമ്മുടെ പുറത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് കയറിയാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റേജിലാണ് രാത്രിയിലത്തെ ഈ ഡാൻസും പരിപാടികളൊക്കെ നടക്കാൻ പോണത്. മറ്റേ ഫയർ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നമ്മുടെ ഈവനിങ്ങുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയും സ്നാക്സ് എടുത്തിട്ട് വരാം. ഇവിടെ കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ ഉരുണ്ട സാധനമാണ്. അത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം, എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് ഞാൻ പറയാം. കുഴപ്പമില്ല, മധുരമാണ് സംഭവം. നൈസ് ടേസ്റ്റ് ഉണ്ട്. ഈ പോണ പുള്ളിയാട്ടെ ഇന്നിപ്പോൾ ഡാൻസ് കളിക്കാൻ പോണത്.
ഈ പുള്ളി മറ്റേ കറങ്ങിക്കൊണ്ടുള്ള സംഭവം കണ്ട. പുള്ളിയുടെ കയ്യിൽ ആദ്യം ഒരു 5 മറ്റേ 6 പനമുട്ട് കളിക്കുമ്പോൾ ഉള്ള ചണ്ടില്ലേ, അതാണ്. അതിപ്പോൾ പുള്ളി അത് 4 ആക്കും, 4 5 ആക്കും, 5 6 ആക്കും. കണ്ട കയ്യിൽ കൂടി വേണണ്ട പുള്ളിയല്ലേ. അത് എത്ര നേരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റണം പുള്ളിക്കിത്? അത് ഞങ്ങളെല്ലാവരും ആണ് നോക്കിക്കൊണ്ടിരിക്കണം. എത്ര നേരം പുള്ളി കിടന്ന് കറങ്ങണേന്നറിയോ? നമുക്കങ്ങനെ നിൽക്കാൻ പറ്റുമോ? പൊളിയായിരുന്നു കേട്ടോ അത് അടിപൊളി പരിപാടിയായിരുന്നു. ഇനി അടുത്ത് പുള്ളിയുടെ ഫയർ ഡാൻസും തുടങ്ങിയിട്ടാ. ഇതാണ് ഇത് പൊളിയല്ലേ. ഓക്കെ, ഞാനൊരിക്കലും ഈ അടുത്തിരിക്കണവരുടെ മേത്തോട്ടൊക്കെ ഇത് തീർക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ടർക്ക് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ സ്പീഡിൽ ഇട്ടേണത് വെച്ചാൽ, അല്ലെങ്കിൽ ലാഗാവും ഭയങ്കര. അതുകൊണ്ടാണ്. പിന്നെ ആ വീഡിയോനും ഭയങ്കര ലെങ്തായി പോകും. അതുകൊണ്ട് ഞാൻ അതെ 2x അങ്ങ് കാണിക്കണം. 2x അല്ല 3x അങ്ങ് കാണിക്കണേന്. ഞാൻ അടുത്തത് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അവർ നൂഡിൽസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ മറ്റേ പാസ്ത അല്ല സാധനം, പിന്നെ ഇതൊരു ചിക്കൻ ഫ്രൈ, പിന്നെ ചോറ്, പിന്നെ എന്തോ ചാറ്, പിന്നെ അതേ കൊക്കോളയും. കുഴപ്പമില്ല, അതിൻ്റെ ടേസ്റ്റും ഓക്കെ ആയിരുന്നു. ഇനി അടുത്തതാണ് നമ്മ എല്ലാവരും കാത്തിരിക്കുന്ന പെല്ലി ഡാൻസ്. എൻ്റെ അടുത്തുള്ളമാരുടെ കാഴ്ച കാണിച്ചാലട്ടാ. ഓക്കെ, കിടന്നിരുന്നാണ് കാണുന്നത്. കണ്ടാടേ കഴിഞ്ഞിട്ട് കറുത്താതെ അത് ഞാനൊരു സ്പീഡിലിട്ട് അങ്ങോട്ട് കാണിക്കാം. അതും അല്ലെങ്കിൽ ലാഗാവും ഭയങ്കരമായിട്ട്. പുള്ളിക്കാരി അടുത്ത് എന്ന് വെച്ചാൽ ആ ചെക്കൻ വന്നപ്പോഴും എല്ലാവരും വരുമ്പോൾ ഈ പെണ്ണുങ്ങൾ മാത്രം വിളിക്കണം, ആണുങ്ങൾ ആരെയും വിളിക്കണില്ല ഒരു സ്റ്റേജിക്ക്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മതേ നേരെ എല്ലാവരോടും ഗുഡ് ബൈ ടാറ്റ പറഞ്ഞ് ഇറങ്ങണേ. അപ്പം 50 ദിർഹംസ് കൊടുത്ത് വരാനുള്ള സെറ്റപ്പ് എനിക്ക് തോന്നിയില്ല ഉണ്ടെന്ന്. കാരണം ആ കൊടുത്ത ഇതിൽ ഞാൻ പറയാല 10ൽ ഒരു 5 റേറ്റിംഗ് കൊടുക്കുക ഈ പരിപാടിക്ക്, ഈ ട്രിപ്പിന്. സഫാരി ഞാൻ ഉദ്ദേശിച്ച സഫാരിയും ഇതായിരുന്നില്ല, കുറച്ച് ആക്ടിവിറ്റീസൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. ശരി, അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഗുഡ് ബൈ.